ഞാൻ എലിസബത്ത് ഇ ജോർജ് ഫ്രം അയൺ അക്കാഡമി. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം. പോളിസിസ്റ്റിക് ഓവറി, പോളി മീൻസ് മൾട്ടിപ്പിൾ, സോ മൾട്ടിപ്പിൾ സിസ്റ്റ് ഇൻ ദ ഓവറീസ്. നോർമലി സാധാരണ ഓവറീസിൽ നോർമൽ ആയിട്ടുള്ള സിസ്റ്റുകളുണ്ട്, അതിന് ഫങ്ഷണൽ സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റുകൾ ഫീമെയിൽ സെക്ഷൽ ഹോർമോണായ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ള ഒരാളുടെ ഓവറീസ് ഇതിനെ ഇംബാലൻസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈസ്ട്രജൻ്റെയും ടെസ്റ്റോസ്റ്റെറോണിൻ്റെയും അളവ് കൂടുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഇവിടെ കുറയുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും അതുവഴി മെൻസ്ട്രുവൽ സൈക്കിൾ ഇറഗുലർ ആകുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഒബേസിറ്റി ഒരു കാരണമാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു കാരണമാണ്. ഇനി ഈസ്ട്രജൻ്റെ അളവാണ് കൂടുന്നതെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇറഗുലർ ആവുകയും അതുപോലെ അത് ഇൻഫെർട്ടിലിറ്റിക്ക് തന്നെ കാരണമാവുന്നു. ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവാണ് കൂടുന്നതെങ്കിൽ ആക്നെ, അതായത് മുഖക്കുരു, ദെൻ ഹെർസിറ്റിസം, അതായത് എക്സസീവ് ഫേഷ്യൽ ഹെയർ, പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും മുഖത്ത് അമിതമായ രോമവളർച്ച ഉണ്ടാവുന്നു. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രത്തിൻ്റെ ഫൈനൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സോണോഗ്രഫിയാണ്. ഒബീസിറ്റി ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസും ഇവിടെ ഒരു കാരണമാവുന്നതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസും ലിപ്പിഡ്സും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ ഇല്ല. സോ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. എക്സസൈസസ്, വെയ്റ്റ് ലോസ്, ഹെൽത്തി ഡയറ്റ്, ഇതാണ് പ്രധാനം. ദെൻ ഇതിന് കൊടുക്കുന്ന മെഡിസിൻസ്, സാധാരണ ഇതിന് കൊടുക്കുന്ന മെഡിസിൻസ് കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. ഇത് മെൻസ്ട്രുവൽ സൈക്കിളിനെ റെഗുലർ ആക്കാൻ സഹായിക്കുന്നു. Thank you.